कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते। उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्। कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते। उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्। മോർണിംഗ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യണത്. എനിക്ക് വ്ളോഗിൻ്റെ വലിയ പിടിയൊന്നുമില്ല. വ്ളോഗർസോട് നിന്ന് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ നേരെ വൈക്കത്തമ്പലത്തിലേക്ക് വന്ന ബർത്ത്ഡേ ആണ്. ഡിസംബർ 10 ഞാൻ ജനിച്ചത്. അപ്പോൾ ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ്. അവർക്ക് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് എനിക്ക് പറയേണ്ടത് എൻ്റെ എല്ലാ ടെൻഷൻസിനും വൈക്കത്തപ്പനാണ് കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്ളോഗ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്കും 10 മണിയായി. ലിസ നല്ല ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാനും നിന്നില്ല. അപ്പോൾ പുട്ടും പയറും ഉണ്ടായിരുന്നു, അതങ്ങ് കഴിച്ചു. കൂടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവിയും വെച്ചു. അത് കഴിഞ്ഞ ഉടനെ കുറച്ച് വാഷ് ചെയ്യാനുള്ളത് വാഷ് ചെയ്യാനിട്ടു. നേരെ വന്നപ്പോഴേക്കും 11 മണിയായിരുന്നു. ചേട്ടന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാനെല്ലാം കണ്ടൻറ്റും എല്ലാം പ്ലാൻ ചെയ്യണത്. അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്ബുക്കാണ്. ഈ റഫ് നോട്ട്ബുക്കിലാണ് ഞാനെല്ലാം ഡിസംബറിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടൻറ്റുകളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഇന്ന് ഡിസംബർ 10 അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെമ്പിൾ ഷൂട്ടും ഒക്കെ കഴിഞ്ഞ്, മോർണിംഗ് ഷൂട്ട് കഴിഞ്ഞ് റൂട്ടീൻസ് ഡെയിലിയും സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇനിയുടെ ഉള്ളത് ഇത് വർക്കിൻ്റെ. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്തതിന് ശേഷം PSCയുടെ സൈറ്റിൽ കയറി കുറേ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിടന്നുറങ്ങിയാൽ ഇതേ പുറത്തിരുന്ന് വെള്ളം കുടിക്കുന്നു. അയാളെ ഞാൻ പിന്നെ ഒന്നും പറയാനില്ല. അകത്ത് നിറച്ച് വെച്ചാലും ഫുഡ് വെച്ചാലും ഇങ്ങനെ പുറത്ത് പോയാണ്. പുറത്ത് പിന്നെ അമ്മ അത് എടുത്ത് വെച്ച വെള്ളമാണ് അവർക്ക് കുടിക്കാൻ വേണ്ടി തന്നെ. അതൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നപ്പോൾ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് മാച്ചാങ്കുറിച്ചിലായിരുന്നു. അതിൻ്റെ കറിയും അടുപ്പത്തുണ്ടായിരുന്നു. പിന്നെ വറുക്കാനുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് ആരോ വന്ന് നേരെ പുറത്തോട്ട് പോയപ്പോഴേക്കും ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ആയിരുന്നു. എന്താണെന്നറിയാൻ വേണ്ടി നേരെ വന്ന് സമയം കളയാതെ തന്നെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ ഡൈകാസ്റ്റ് കാർസാണ്. അതെനിക്ക് ഒരാൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അയച്ചതാണ്.
അത് കറക്റ്റ് ബർത്ത്ഡേ ദിവസം തന്നെ വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്സ് വായിച്ചിരുന്നു. അങ്ങനെ ഉറക്കം വന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ 1 മണിയാകാറായി. നേരെ ഫുഡ് എടുത്ത് വെച്ച് റൺവേ എന്ന് പറഞ്ഞ ദിലീപിൻ്റെ സിനിമയായിരുന്നു, അതും കണ്ട് ഫുഡ് അങ്ങ് ആസ്വദിച്ച് ഫുഡും കഴിച്ച് അതിനുശേഷം കുറച്ച് റിസർച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ചെയ്യണതിന് വേണ്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് റിസർച്ച് ചെയ്യാനുള്ളതൊക്കെ കയറി വിക്കിപീഡിയയിൽ നിന്ന് കുറേ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെയും സ്ക്രീനിങ് ടൈം മാറ്റിയിട്ട് കുറച്ച് നേരം റീഡ് ചെയ്യാമെന്നും പറഞ്ഞ് പിന്നെയും ബുക്ക് എടുത്ത് വായിച്ചിരുന്നു. പിന്നെ 4 മണിയായപ്പോഴേക്കും പുറത്ത് പോയി മോമോസ് കണ്ട് മോമോസും മേടിച്ചിട്ട് വന്ന് അത് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ഞാൻ പോയി ഷൂട്ട് ചെയ്യാനാണ് പോയത്, ഒരു ബ്രോഡ്വേയുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അത് ഷൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നപ്പോഴേക്കും ബിജുച്ചാറിൻ്റെ കടയിൽ പുട്ട് ബിരിയാണിയുടെ കാര്യം ഓർമ്മ വന്ന് നേരെ പുട്ടും ബീഫും അവിടെ നിന്ന് പാഴ്സലും മേടിച്ച് വീട്ടിൽ വന്ന് അതും കഴിച്ചതിന് ശേഷം നേരെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ട് പിന്നെയും വർക്കിലേക്ക് കയറി. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം.